Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina Muhammadin wa barik wa sallim alayhi. Allahumma ghafir lana warhamna wa li walidina wa li mashayikhina wa li asatidina wa li musannifi hadhal kitabil mubarak. Rabbi yassir wa la tu'assir. Rabbi zidna ilman wa hilman وفهما وعقلا وادبا كاملا ربي تمم بالخير والسعادة لا إله إلا الله الحليم العظيم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرضين ورب العرش الكريم اللهم وما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأحسن الوجوه كلها وأصوبها وأصواها فإنك على ما تشاء قدير وبالإجابة جدير نعم المولى ونعم النصير اللهم وما قدرت لنا من شر وتحذرنا منه فاصرفه عنا يا حي يا قيوم لا إله إلا أنت سبحانك إني كنت من الظالمين سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم يا رب العالمين ويا أرحم الراحمين. അപ്പോൾ നമ്മൾ ഇതുവരെ ശർഈയായ 7 അഹ്കാമുകളെ സംബന്ധിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. വാജിബ്, അതിന്റെ നേരെ എതിരാണ് ഹറാം. സുന്നത്ത്, അതിന്റെ നേരെ എതിരാണ് മക്രൂഹ്. പിന്നെ മുബാഹ്. ഇതൊക്കെ നിങ്ങൾ വേണ്ട പോലെ ചർച്ച ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കിയത് നിങ്ങളെ ഓർമ്മയിലുണ്ടാക്കണം. ഒരു സാധനം അത് വാജിബാണ് എന്ന് പറയൽ എപ്പോഴാണ്, ഹറാമാണ് എന്ന് പറയൽ എപ്പോഴാണ്, കറാഹത്താണെന്ന് പറയൽ എപ്പോഴാണ്, സുന്നത്താണെന്ന് പറയൽ എപ്പോഴാണ്, മുബാഹാണ് എന്ന് പറയൽ എപ്പോഴാണ്. ഇത് നമ്മൾ കൃത്യമായ നിലക്ക് ഏതു സമയത്തും ഈ ശർഈയായ ഹുക്കുമുകളെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മ വേണം. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ജുസ്അൻ ഞാൻ നിങ്ങളോട് ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉസൂലുൽ ഫിഖ്ഹിന്റെ ആദ്യത്തെ കിതാബാണ് ഇത്. ഉസൂലുൽ ഫിഖ്ഹിന്റെ ആദ്യത്തെ കിതാബായത് കൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഈ അസ്ലു മസ്അല നിങ്ങൾ മനസ്സിലാക്കിയാലേ ഇതിനപ്പുറമുള്ള ജമുൽ ജവാമിയും മറ്റുമൊക്കെ ഓതുന്ന സമയത്ത് ആ വിഷയം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സഹീഹ്, ബാത്തില്. ഇത് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ സാധാരണ പറയുന്ന ഒരു ഇസ്തിലാഹിയായ പദമാണ്. അത് സഹീഹാണ്, അത് ബാത്തിലാണ്. അപ്പൊ അത് സഹീഹാണ് അല്ലെങ്കിൽ അത് ബാത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. സഹീഹും ബാത്തിലും. വസ്സഹീഹു മിൻ ഹൈസു വസ്ഫുഹു ബിസ്സിഹത്തി മാ യതഅല്ലഖു ബിഹി നുഫൂദു വയുഅ്തദു ബിഹി ബിഅൻ ഇസ്തജ്മഅ മാ യുഅ്തബറു ഫീഹി ശർഅൻ അഖദൻ കാന ഔ ഇബാദത്തൻ. ഈ തഅരീഫ് നിങ്ങൾ മറന്നുപോകരുത്. സഹീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സിഹത്ത് കൊണ്ട് വസ്ഫ് പറയുന്ന സമയത്ത് അത് സിഹത്താണ്, അത് സിഹത്തായിരിക്കുന്നു, അത് സഹീഹായിരിക്കുന്നു എന്ന് അതിന് സിഹത്ത് കൊണ്ട് വസ്ഫ് പറയുന്ന സമയത്ത് സഹീഹ് എന്ന് പറഞ്ഞാൽ മാ യതഅല്ലഖു ബിഹി നുഫൂദു വയുഅ്തദു ബിഹി, അതിനോട് അത് നാഫിദായിരിക്കുന്നു എന്ന് നുഫൂദ് അതുമായി ബന്ധപ്പെടും, വയുഅ്തദു ബിഹി അത് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതാണ് സഹീഹിന്റെ തരീഫ്. നുഫൂദ് അതുമായി ബന്ധപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നാഫിദായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നടപ്പിൽ വന്നിരിക്കുന്നു,
അത് അതിന്റെ പരിപൂർണതയെ എത്തിച്ചിരിക്കുന്നു. അതിന്റെ ഗായത്ത്, അതിന്റെ അവസാനം വരെ അത് എത്തിച്ചിരിക്കുന്നു. അതാണ് നാഫിദാവുക എന്ന് പറഞ്ഞാൽ. നുഫൂദ് അതുമായി ബന്ധിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നുഫൂദിന്റെ ലഫ്ലുമായ എന്താ? അത് നടപ്പിൽ വന്നിരിക്കുന്നു. അപ്പൊ മായതഅല്ലഖു ബിഹി നുഫൂദു, നുഫൂദ് അതുമായി ബന്ധിക്കും. നുഫൂദ് അതുമായി ബന്ധിക്കുമെന്ന് പറഞ്ഞാൽ അത് നടപ്പിൽ വന്നിരിക്കുന്നു എന്ന് അതിനെ സംബന്ധിച്ച് പറയും. വയുഅ്തദു ബിഹി, അത് പരിഗണിക്കപ്പെടുകയും, നടപ്പിൽ വന്നാൽ പോരാ. ഒരു സംഗതി അത് അതിന്റെ പരിപൂർണമായ നിലയിൽ എത്തിയാൽ പോരാ, എത്തിയിട്ട് അതിനെ പരിഗണിക്കപ്പെടുകയും ചെയ്യണം. അത് അതിന്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സഹീഹു മിൻ ഹൈസു വസ്ഫുഹു ബിസിഹത്തി മാ യതഅല്ലഖു ബിഹി നുഫൂദു വയുഅ്തദു ബിഹി. നുഫൂദ് അതുമായി ബന്ധപ്പെടും. നുഫൂദ് അതുമായി ബന്ധിച്ചിട്ടുണ്ട്, അത് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതെങ്ങനെ അക്കോലത്തിലാകലി? ബി അനിസ്തജ്മായുഅ്തബറു ഫീഹി, അതിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന സംഗതികളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ശറഅൻ ഒരുമിച്ച് കൂടേണ്ടുന്ന സംഗതികളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്. ആ ഒരു സംഗതി പരിഗണിക്കപ്പെടാൻ ശറഅ് എന്തെല്ലാം ആദാബ് വെച്ചിട്ടുണ്ടോ ആ ആദാബുകളൊക്കെ അതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അന്നലക്കാവുമ്പോ അതിനെ സംബന്ധിച്ച് അത് നാഫിദായിരിക്കുന്നു, അത് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. ഒരു സംഗതി ശരിയാകാൻ അതിനെന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ എന്തായിട്ടുണ്ട്? അതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഉദാഹരണം പറയും മക്കളെ, നിസ്കാരം. അപ്പൊ നിസ്കാരം അതിന്റെ ആദാബുകളൊക്കെ ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ട്. ആദാബുകളെല്ലാം ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്തെല്ലാം അതിന്റെ ആദാബുകൾ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഫറലുകൾ ഒത്തുകൂടിയിട്ടുണ്ട്, ഷർത്തുകൾ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കുന്നു? അത് പരിഗണിക്കപ്പെടുന്ന ഒരു സാധനമായി. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറയും? അവന്റെ നിസ്കാരം സഹീഹായിരിക്കുന്നു. അപ്പോൾ അവന്റെ നിസ്കാരം സഹീഹായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സാധനം പരിഗണിക്കപ്പെടാൻ ശറഅ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ അതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ആ സാധനം അത് പരിഗണിക്കപ്പെടുന്നതായി, അത് സഹീഹായി. അക്കദൻ കാന ഔ ഇബാദത്തൻ, ഇബാദത്തായാലും തിരക്കേടില്ല, ഇടപാടായാലും തിരക്കേടില്ല. ഇബാദത്ത് ഏത്? നിസ്കാരം. അക്കദ് ഏത്? മസലൻ നിക്കാഹ്, കച്ചവടം, ബൈഅ്, തിജാറത്ത്, അതൊക്കെ അക്കദാണ്, ഇടപാടുകളാണ്. അപ്പൊ ഒരു ഇടപാട് സഹീഹാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു കച്ചവടം ശരിയായിരിക്കുന്നു, സഹീഹായിരിക്കുന്നു. ഒരു കച്ചവടം അത് സഹീഹായിട്ടുണ്ട്, ഒരു നിക്കാഹ് അത് സഹീഹായിട്ടുണ്ട്, നിസ്കാരം അത് സഹീഹായിട്ടുണ്ട്. കച്ചവടം, നിക്കാഹ്, അതൊക്കെ സഹീഹായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ സാധനം സഹീഹാകാൻ, അത് പരിഗണിക്കപ്പെടാൻ ശറഅ് എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അതിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതാണ് സഹീഹിന്റെ മഅന. സഹീഹ് എന്ന് പറഞ്ഞാൽ അത് സിഹത്ത് കൊണ്ട് വസ്ഫ് പറയുന്ന സമയത്ത്, സിഹത്ത് കൊണ്ട് വസ്ഫ് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് സഹീഹായിട്ടുണ്ട്. ഒരു സംഗതിയെ സംബന്ധിച്ച് ആ സംഗതിക്ക് സിഹത്ത് കൊണ്ട് വസ്ഫ് പറയാം. മസലൻ നിസ്കാരം, നിസ്കാരത്തിന് സിഹത്ത് കൊണ്ട് വസ്ഫ് പറയുന്ന സമയം ഒരു അക്കദ് എന്ന് പറഞ്ഞാൽ ഇടപാട്, ഒരു നിക്കാഹ്, ആ നിക്കാഹിന് സിഹത്ത് കൊണ്ട് വസ്ഫ് പറയുന്ന സമയം അതിന്റെ മഅന എന്താണ്? അതിന് നുഫൂദും
അത് നുഫൂദായിരിക്കുന്നു, അത് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സഹീഹിന്റെ മാന. ശരിക്കും മനസ്സിലാക്കണേ. വസ്സഹീഹു മിൻ ഹൈസു വസ്ഫുഹു ബിസ്സിഹത്തി മാ യതഅല്ലഖു ബിഹിൻ നുഫൂദു വയുഅ്തദ്ദു ബിഹി ബിഅൻ ഇസ്തജ്മഅ മാ യുഅ്തബറു ഫീഹി ശർഅൻ അഖദൻ കാന ഔ ഇബാദത്തൻ. ഇബാദത്തായാലും തരക്കേടില്ല, അഖദായാലും തരക്കേടില്ല. ശർഅൻ പരിഗണിക്കപ്പെടേണ്ട സംഗതികളെല്ലാം ഒന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനോട് ഇഅ്തിദാദും നുഫൂദും ബന്ധിക്കും. അങ്ങനെയുള്ള ഒരു സാധനത്തിനാണ് സഹീഹ് എന്ന് പറയുക. സഹീഹു മിൻ ഹൈസു വസ്ഫുഹു ബിസ്സിഹത്തി മാ യതഅല്ലഖു ബിഹി നുഫൂദു വയുഅ്തദ്ദു ബിഹി ബിഅൻ ഇസ്തജ്മഅ മാ യുഅ്തബറു ഫീഹി ശർഅൻ അഖദൻ കാന ഔ ഇബാദത്തൻ. സഹീഹ് എന്ന് പറഞ്ഞാൽ അഥവാ അതിനെ സിഹത്ത് കൊണ്ട് വസ്ഫ് പറയുന്ന സമയത്ത്, സിഹത്ത് കൊണ്ട് വസ്ഫ് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹത്തായിരിക്കുന്നു, അത് സഹീഹായിരിക്കുന്നു എന്ന് ഒരു സാധനത്തിന് വസ്ഫ് പറയുന്ന സമയം, സാധനം ഏതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബാദത്താകുന്ന നിസ്കാരം, അഖദാകുന്ന നിക്കാഹ്, ബറയും ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ ഒരു നിക്കാഹ് സഹീഹായിരിക്കുന്നു, അതൊരു അഖദാണ്. ഒരു കച്ചവടം അത് സഹീഹായിരിക്കുന്നു, അത് ഒരു അഖദാണ്. ഒരു ഇബാദത്ത് നിസ്കാരം അത് സഹീഹായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് പരിഗണിക്കപ്പെടുന്നതാണ്, അത് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു, അത് അതിന്റെ ശരിയായ രൂപത്തിൽ നടപ്പിൽ വന്നിരിക്കുന്നു എന്നാണ് സഹീഹിന്റെ മാന. അപ്പൊ ഒരു സാധനം അത് സഹീഹാകൽ എങ്ങനെ? ശർഅ് അതിൽ എന്തെല്ലാം പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. അപ്പോഴാണ് ആ സാധനം സഹീഹാവുക. ഇബാദത്തായാലും അങ്ങനെ തന്നെ, അഖദായാലും അങ്ങനെ തന്നെ. ഒരു കച്ചവടം അത് സഹീഹാകണമെങ്കിൽ ആ കച്ചവടത്തില് ശർഅ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതിൽ ഒരുമിച്ച് കൂടിയിരിക്കണം. എന്നാലേ ആ കച്ചവടം സഹീഹായി എന്ന് പറയാൻ വേണ്ടി പറ്റൂ. കച്ചവടം സഹീഹാകാൻ എന്തെല്ലാം ആവശ്യമാണ് എന്ന് ഫത്ഹുൽ മുഈൻ തുടങ്ങിയ ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിസ്കാരം സഹീഹാകാൻ എന്തെല്ലാം ആവശ്യമാണ് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പഠിച്ച അതിന്റെ ആദാബുകള്, അതിന്റെ ശുറൂത്തുകള്, അതിന്റെ ഫർളുകള്, റുക്നുകള്, ഇതൊക്കെ കൃത്യമായ നിലക്ക് അതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ആ സാധനം അത് സഹീഹാണ്. അപ്പൊ ഒരു സംഗതി സഹീഹാണ് എന്ന് പറഞ്ഞാൽ അത് നാഫിദായിരിക്കുന്നു. നാഫിദായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പരിപൂർണ കോലത്തിൽ അത് എത്തിയിരിക്കുന്നു, അത് പരിഗണിക്കപ്പെടുന്നതാണ്. ഒരു സംഗതി അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അതിന്റെ അവസാനം വരെ എത്തിച്ചേരണമെങ്കിൽ, അത് പരിഗണിക്കപ്പെടണമെങ്കിൽ ശർഅ് എന്തെല്ലാം ഒരുമിച്ചു കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതിൽ ഒരുമിച്ചു കൂടണം. ആ സമയത്ത് മാത്രമേ ആ സംഗതി സഹീഹാവുകയുള്ളൂ. സഹീഹും അതിന്റെ നേരെ എതിരായിട്ടുള്ളതാണ് ബാത്തില്. അത് നമുക്ക് ബാത്തില് പിന്നീട് ചർച്ച ചെയ്യാം. സഹീഹിന്റെ ലഫ്ള് മഅന എന്താണ്? അസ്സലീമു മിനൽ മർദ്. സഹീഹിന്റെ ലഫ്ള് മഅന അതാണ്. സഹീഹിന്റെ ലഫ്ള് മഅന രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, സുഖേടില്ലാണ്ട് രക്ഷപ്പെട്ട്. അത് നമ്മള് നേരത്തെ സഞ്ചാന്റെ ഒക്കെ പഠിപ്പെട്ടില്ലേ, മുഴത്തല്ല്, സഹീഹ് മുഴത്തല്ല് എന്ന് ഫെയിലുകളെ പറ്റി പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഹീഹ് മുഴത്തല്ല് ഇല്ലത്തിന്റെ ഹർഫുകളായ അലിഫ്, വാവ്, യാ, ഈ മൂന്നാല് ഒരു ഹർഫുള്ള ഫെയിലിന് മുഴത്തല്ലായ ഫെയില് എന്ന് പറയും. അതിൽ നമ്മൾ മുഴത്തല്ലായ ഫെയിലിന് സാധാരണ അവിടെ നമ്മള്
മന വെച്ചിട്ടുണ്ട് സുക്കേട് പിടിച്ച ഫീല്. സഹീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസലിമ, ഈ ഇല്ലത്തിന്റെ ഹർഫുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അപ്പൊ ഇല്ലത്തിന്റെ ഹർഫുകളൊന്നും ഇല്ലെങ്കിൽ ആ ഫീല് സഹീഹാണ് എന്ന് നമ്മൾ പറയും. ഇല്ലത്തിന്റെ ഹർഫുകൾ ഉള്ള ഫീലിന് മുഅത്തല് എന്ന് പറയും. അപ്പോ സഹീഹ് എന്ന് പറഞ്ഞാൽ മറദിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതാണ് അതിന്റെ മറദിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നതാണ് മറദിൽ നിന്ന് രക്ഷപ്പെടുക. അതാണ് സഹീഹിന്റെ ലഫ്ള് മഅന. ഇസ്തിലാഹൻ മഅന എന്താണ്? അതായിപ്പോ നമ്മൾ പറഞ്ഞത്. ഇസ്തിലാഹൻ മഅന എന്താണ്? മായതഅല്ലഖു ബിഹി നുഫൂദു വയുഅതദു ബിഹി ഇബാദത്തൻ കാന അം അഖദൻ. അപ്പോ ഒരു അഖദ്, ആ അഖദിനെ പറ്റി, ആ അഖദ് അത് നാഫിദായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നടപ്പിൽ വന്നിരിക്കുന്നു. മസലൻ ഒരു നിക്കാഹ്, ആ നിക്കാഹ് നാഫിദായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിക്കാഹ് കഴിഞ്ഞ് അതിന്റെ പരിപൂർണമായ രൂപത്തിൽ അത് എത്തിയിരിക്കുന്നു. അതാണ് നാഫിദിന്റെ മഅന. ഒരു കച്ചവടം ചെയ്ത ഒരാളൊരു പറമ്പ് മറ്റൊരാൾക്ക് വിറ്റ്, കച്ചവടാണ്. അപ്പൊ ആ കച്ചവടം നാഫിദായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പരിപൂർണമായ നിലയിൽ ഇതിന്റെ അവസാനം വരെ എത്തിയിട്ടുണ്ട്. അതൊരു അക്കദാണ്. അപ്പൊ ഒരു അക്കദ് നാഫിദായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ ഗായത്ത്, പരിപൂർണതയിൽ അത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഫൽ ഉഖൂദു തൂസഫു ബിൻ നുഫൂദി വൽ ഇത്തിദാദ്. ഒരു അക്കദ്, നിക്കാഹ്, ബൈഅ് തുടങ്ങിയതിനെ പറ്റിയൊക്കെ അത് നാഫിദായി എന്നും പറയും. അത് ഇത്തിദാദ് പരിഗണിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തി എന്നും പറയും. ഇത്തിദാദ് കൊണ്ടും നുഫൂദ് കൊണ്ടും വസ്ഫ് പറയപ്പെടും. ഏതിന്? ഇബാദത്തെ അഖദുകൾക്ക്, ഇടപാടുകളെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയൂ? അത് നാഫിദായിരിക്കുന്നു, അത് മുഅത്തദായിരിക്കുന്നു, പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും അഖദുകളെ സംബന്ധിച്ച്. അമ്മൽ ഇബാദത്ത് തൂസഫു ബിൽ ഇഅ്തിദാദ് ഫഖത്ത്. അതേസമയം ഇബാദത്തിനെ സംബന്ധിച്ച് സാധാരണ എന്ത് പറയാറില്ല? നാഫിദായി എന്ന് പറയൂല. ഇപ്പൊ ഒരാൾ നിസ്കരിച്ച്, അപ്പൊ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തെ സംബന്ധിച്ച് എന്ത് പ്രയോഗിക്കലില്ല? അത് നാഫിദായിരിക്കുന്നു എന്ന് പ്രയോഗിക്കലില്ല. മറിച്ച് അതിനെപ്പറ്റി എന്താ പറയല്? അത് മുഅത്തദായിരിക്കുന്നു, പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ഇഅ്തിദാദ് അതാണ് ഇബാദത്തിന്. സാധാരണ ഇബാദത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഉപയോഗിക്കും. ഇബാദത്തിനെ സംബന്ധിച്ച് ഉപയോഗിക്കും അത് മുഅത്തദായിരിക്കുന്നു, പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ഇബാദത്തിനെ സംബന്ധിച്ച് സാധാരണ എന്ത് പ്രയോഗിക്കാറില്ല? അത് നാഫിദായിരിക്കുന്നു എന്ന് പ്രയോഗിക്കാറില്ല. അപ്പൊ നുഫൂദ്, ഇഅ്തിദാദ് ഈ രണ്ട് പദവും ഏതിനെ സംബന്ധിച്ച് സാധാഗതിയിൽ ഉപയോഗിക്കൂ? അഖദിനെ സംബന്ധിച്ച് ഉപയോഗിക്കൂ. ഒരു കച്ചവടം നടന്നാൽ ആ കച്ചവടത്തെ സംബന്ധിച്ച് അത് നാഫിദായിരിക്കുന്നു, അത് മുഅത്തദായിരിക്കുന്നു എന്ന് പറയാം. അത് നാഫിദാവുകയും മുഅത്തദാവുകയും ചെയ്തു. അത് എപ്പോഴാണ് നാഫിദും മുഅത്തദുമാവുക? ശർഅൻ അതിന് പറഞ്ഞ ഷർത്തുകളും ഫർളുകളും എല്ലാം ഒത്തുകൂടുന്ന സമയത്ത്. അതേസമയം എന്ത് ഉപയോഗിക്കാറില്ല? നിസ്കാരത്തെ സംബന്ധിച്ച്, ഇബാദത്തിനെ സംബന്ധിച്ച് എന്ത് ഉപയോഗിക്കാറില്ല? അത് നാഫിദായിരിക്കുന്നു എന്ന് ഉപയോഗിക്കാറില്ല. മറിച്ച് ഇബാദത്തിനെ സംബന്ധിച്ച് എന്തേ ഉപയോഗിക്കാറുള്ളൂ? അത് മുഅത്തദായിരിക്കുന്നു, പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ സഹീഹിന്റെ മഅന നുഫൂദും ഇഅ്തിദാദും അതുമായി ബന്ധിച്ചിരിക്കുന്നു. ആ നുഫൂദും ഇഅ്തിദാദും ഈ രണ്ടും ബന്ധിക്കൽ എവിടെയാണ്? അഖദാകുന്നിടത്ത്. ഇബാദത്താകുന്നിടത്ത് എന്തേ ബന്ധിച്ച് പറയാറുള്ളൂ? ഇഅ്തിദാദ് മാത്രം. ഇബാദത്തിൽ എന്ത് ഉപയോഗിക്കാറില്ല? നുഫൂദ് ഉപയോഗിക്കാറില്ല. ഇപ്പൊ സഹീഹിന്റെ മഅന മായതഅല്ലഖു ബിഹി നുഫൂദു വയുഅതദു ബിഹി ബിഅനിസ്തജ്മഅ മായുഅതദു ബിഹി ശർഅൻ. ശർഅൻ പരിഗണിക്കപ്പെടേണ്ടുന്ന മായുഅതബറു ഫീഹി ശർഅൻ അഖദൻ കാന ഔ ഇബാദത്തൻ.
അപ്പൊ സഹീഹിന്റെ മാന ഇവിടെ വെച്ച് നമ്മൾ പഠിച്ചു. സഹീഹിന്റെ ലഫ്ള് മാന രോഗമില്ലാത്തത്. രോഗമില്ലാത്തത് എന്നാണ് ഏതിന്റെ മാന? സഹീഹിന്റെ ലഫ്ള് മാന. അപ്പോൾ ഇബാദത്താവട്ടെ അക്കദാവട്ടെ, ഇബാദത്താവട്ടെ അക്കദാവട്ടെ, അത് മുഅ്തദാവുകയും പരിഗണിക്കപ്പെടുകയും സഹീഹാവുകയും ചെയ്യണമെങ്കിൽ അതിന്റെ എല്ലാ ഷർത്തുകളും ഒത്തൊരുമിച്ച് ഇട്ടുണ്ടാകണം. അത് സഹീഹാകാതിരിക്കാനുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ഒരാള് നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും അതെല്ലാം ഒത്തൊരുമിച്ചുകൂടി അതിന്റെ എതിരാകുന്ന ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ ആ നിസ്കാരം സഹീഹാണ് എന്ന് പറയും. സഹീഹാണ് എന്ന് പറഞ്ഞാൽ ശറഅൻ അത് മുഅ്തദാണ്, പരിഗണിക്കപ്പെടുന്നതാണ് എന്ന് പറയും. ഇനി ഒരാളൊരു കച്ചവടം ചെയ്ത് അതിന്റെ ഷർത്തുകളും ഫർളുകളും എല്ലാം ഒത്തുകൂടിയിട്ട്, എന്നാൽ ആ കച്ചവടത്തെ സംബന്ധിച്ച് നമ്മൾ പറയും ആ കച്ചവടം അത് നാഫിദായിരിക്കുന്നു, അത് മുഅ്തദായിരിക്കുന്നു എന്ന് പറയും. നിസ്കാരത്തെ സംബന്ധിച്ച് ആ നിസ്കാരം നാഫിദായിരിക്കുന്നു എന്ന് പറയില്ല, മുഅ്തദായിരിക്കുന്നു എന്ന് മാത്രമേ പറയുകയുള്ളൂ. ഇബാദത്തും അക്കദും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അക്കദില് നുഫൂദ് ഉപയോഗിക്കും, ഇബാദത്തില് നുഫൂദ് ഉപയോഗിക്കില്ല. ഇബാദത്തില് ഏത്തിദാദ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ ചുരുക്കത്തില് ഏതൊരു ഇബാദത്തും ആ മുകല്ലഫായ ഒരു മനുഷ്യന്റെ ആ ദിമ്മത്ത് ഉത്തരവാദിത്വം അത് ഒഴിവായി തീരണമെങ്കിൽ അത് സഹീഹാകണം. സഹീഹാകണമെന്ന് പറഞ്ഞാൽ ശറഅ് അതിൽ എന്തെല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു അഖദ് അത് സഹീഹാകണമെങ്കിൽ അതിൽ എന്തെല്ലാം പരിഗണിക്കണമെന്ന് ശറഅ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പരിഗണിക്കുകയും ചെയ്യണം. അതാണ് സഹീഹിന്റെ തഅരീഫ്.